പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നും നമ്മുടെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമുക്ക് ഇത്ര നല്ല ദൈവമായി കൂടിയിരുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവസേനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തുകയും സഹായിക്കുകയും ചെയ്ത കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനായി സ്തോത്രം. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തന്നെ ശക്തമായി ഇന്ന് രാത്രിയിലും ക്ലാസ് എടുപ്പാൻ ദൈവം സഹായിക്കണം. കഴിഞ്ഞ മാസങ്ങൾ ദൈവവചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ദൈവം വീണ്ടും ശക്തമായി ഉപയോഗിക്കണം. സകലമാനും മഹത്വം പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ പാസ്റ്റർ മാത്യു പി തോമസ് തുടർന്ന് ക്ലാസ്സുകൾ എടുക്കും. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്ത സാവകാശോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നമ്മുടെ അഗപ്പെ ബൈബിൾ കോളേജിന്റെ പ്രത്യേകിച്ച് ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അതോടൊപ്പം വിവിധ ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ചില നാളുകളായി തന്നെ തിയോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ ദൈവം സാവകാശം തന്നു. അതിൻ്റെ ഓരോ സെക്ഷൻസ്, ഓരോ ഡിവിഷൻസ് നമുക്ക് ഗ്രഹിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി ഈ സമയം അതേ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മളിപ്പോൾ അതേ കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരാത്മീയ തലത്തിലേക്ക് നമുക്കൊന്ന് ഉയർന്നു വരേണ്ടതിനും ദൈവമായ കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ജനറൽ എസ്കറ്റോളജിയിൽ, അന്ത്യകാല ശാസ്ത്രത്തിൽ നമ്മളിത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. സീക്രട്ട് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവ്. രണ്ടാമത്തേത് റാപ്ചർ ഓഫ് ദി ചർച്ച്, സഭയുടെ ഉൾപ്രാവണം. മൂന്നാമത്തെ കാര്യം ഗ്രേറ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹാകഷ്ടകാലം അല്ലെങ്കിൽ മഹോപദ്രവകാലം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നു. പിന്നീടുള്ളത് ഹ്യൂമാനിറ്റി ഡിവൈഡ്, മനുഷ്യവർഗം വിഭജിക്കപ്പെടുന്നു. ദ എൻഡ് ഓഫ് ഫോൾസ് റിലീജിയൻ, വ്യാജ മതങ്ങളുടെ അന്ത്യം. എൻഡ് ഓഫ് ദ വേൾഡ് ട്രേഡ്, വാണിജ്യ മേഖലകളുടെ അന്ത്യം. ദെൻ മുകളിൽ നമ്മൾ മേളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനം. ദെൻ ക്രൗണിംഗ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ കിരീടധാരണം. ദെൻ വെഡിങ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ കല്യാണം. ദെൻ ആർമഗദോൻ വാർ, അത് മഹോദരത്തിന്റെ എൻഡിലേക്ക് വരുമ്പോൾ. ദെൻ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. ഓക്കെ. 12 സേറ്റനിക് ട്രിനിറ്റി, സാത്താന്യ തൃത്വം. 13 തിയോക്രാറ്റിക് കിങ്ഡം അല്ലെങ്കിൽ ദൈവാധിപത്യ ഭരണം. 14 ത്രോൺ ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ സിംഹാസനം. 15 ഗോഗ് മാഗോഗ് വാർ. 16 ഭൂമിയിൽ തീ അല്ലെങ്കിൽ ഫയർ ഓൺ ദി എർത്ത്. എൻഡ് ഓഫ് സൈറ്റൻ, സാത്താന്റെ അന്ത്യം. Next one, the white throne judgment.
വെള്ള സിംഹാസന വിധി. വെള്ള സിംഹാസനം എന്ന് പറയുമ്പോൾ അന്ത്യന്യായവിധിയാണ്. അന്ത്യന്യായവിധി. നെക്സ്റ്റ് വൺ, ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്ക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 20-ാമത്തേത് ന്യൂ ഹെവൻ, പുതിയ ആകാശം. വെളിപ്പാട് 21-ാം അധ്യായം 1-ാമത്തെ വാക്യം ദയവായി ഒരു വാക്ക് വായിച്ചാൽ മതി. 21-ന്റെ 1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അപ്പൊ ഞാൻ പുതിയ ആകാശം, പുതിയ ഭൂമി എന്നിവ കണ്ടു. അപ്പൊ ഇവിടെ നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് ആക്ച്വലി പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ പറയുന്ന വെളിപ്പാടുകളുടെ ഒരു എൻഡെന്ന് പറയുന്നത്. പഴയ ഭൂമി പോയി. യെശയ്യാ പ്രവചിച്ചു, ഭൂമി കിടുകിടാ കിടുങ്ങുന്നു, ഭൂമി പൊടുപുട പൊട്ടുന്നു, ഭൂമി മത്രയെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി അതിന്റെ സ്വസ്ഥാനത്ത് നിന്ന് പോയിപ്പോകും. ഇതൊക്കെ പ്രവചനങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട്. പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്. പത്രോസ് പറഞ്ഞു, ഭൂമിയിലെ പണികളെല്ലാം വെന്തുപോകും, മുകളിലുള്ള ആകാശം ഇല്ലാതായി മാറും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നമ്മുടെ മുകളിലുള്ള ആകാശം പേപ്പർ ചുരുട്ടുന്നത് പോലെ ചുരുണ്ടു പോകും, അല്ലെങ്കിൽ പോകും. നമ്മൾ ചവിട്ടുന്ന ഭൂമി ഇല്ലാതായി പോകും. എന്നാൽ നോക്കൂ, ഇവിടെ വെളിപ്പാട് 21-ൽ പറയുകയാണ്, അനന്തരം ഞാൻ പുതിയ ആകാശം കാണുന്നു, പുതിയ ഭൂമി കാണും. പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പൊ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി നാം നോക്കുക. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിലാണ് നടത്തുന്നത്. അതിനുശേഷം ഗോഗുമാഗോഗുവാറും, അതിനുശേഷമുള്ള ആ ഭൂമിയിൽ തീ ഇറങ്ങുന്നതും, അത് കഴിഞ്ഞ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിൽ വരുമ്പോൾ വെള്ളസിംഹാസന വിധിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ, മനുഷ്യപുത്രൻ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പഴയ ആകാശം, പഴയ ഭൂമി, ഇതെല്ലാം അന്ത്യന്യായവിധിയോടുകൂടെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പൊ പുതിയ ആകാശം വരുന്നു, പുതിയ ഭൂമി വരുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ എത്ര ഭയങ്കരമാണ്. ഒരു പുതിയ ആകാശം, അതോ നെക്സ്റ്റ് വൺ പുതിയ ഭൂമി. അത് 21-ൽ തന്നെ ഉണ്ട്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പുതിയ ആകാശമുണ്ട്, പുതിയ ഭൂമിയുണ്ട്. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ആ ഭൂമിയും ആകാശവും ഇവിടെ തീരുകയാണ്. സൃഷ്ടിച്ചതിന് എൻഡുണ്ട്, ആരംഭം ഉണ്ടെങ്കിൽ അവസാനമുണ്ട്. എന്നാൽ ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും. നെക്സ്റ്റ് വേഴ്സ് 21:2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കാണുന്ന മറ്റൊരു കാഴ്ച, പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം കാണുക. ഈ പുതിയ യെരൂശലേമിനെ കുറിച്ച്, പുതിയ ഭൂമിയെ കുറിച്ചൊക്കെയുള്ള മനോഹര ഗാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പാട്ടുകളൊന്നും നമുക്കങ്ങനെ അധികം പാടാൻ പറ്റത്തില്ല. കാരണം ഈ പാട്ടിന്റെ എല്ലാം മുകളിൽ മരണവും ശവസംസ്കാരവും എന്നാണ് പാട്ടുപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നവ യെരൂശലേം പാർപ്പിടം തന്നിൽ ഈ വാസം ഓർക്കുമ്പോൾ ഉണ്ടോ, പുതിയ യെരൂശലേം, നവ യെരൂശലേം, പുതിയ എന്നുള്ളതിനാണല്ലോ നവ. അപ്പൊ നവ യെരൂശലേം പാർപ്പിടം തന്നിലെ വാസം ഓർക്കുമ്പോൾ എന്നുള്ള പാട്ട് നമ്മൾക്ക് സാധാരണ ഒരു മീറ്റിങ്ങിൽ നമുക്ക് പാടാൻ പറ്റുന്നില്ല. കാരണം ആ പാട്ടിന്റെ മേളിൽ ശവടക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മരണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പാട്ടുപുസ്തകത്തിനകത്ത്. അങ്ങനെയുള്ള ഒത്തിരി പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള, പുതിയ ലോകത്തെക്കുറിച്ചുള്ള ഒത്തിരി പാട്ടുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും അറിയത്തില്ല. അത് മരണ വീട്ടിലെ പാട്ടുകളായി മാത്രം മാറ്റപ്പെട്ടു പോയിരിക്കുകയാണ്.
യെരൂശലേമിൻ ഇമ്പ വീട് എപ്പോൾ ഞാൻ ചെല്ലും ഉണ്ടോ? യെരൂശലേമിൻ ഇമ്പ വീട് എന്നൊക്കെയുള്ള പാട്ടുകൾ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. ആ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള വർണ്ണനകൾ വളരെ വളരെ വലുതാണ്. നവ യെരൂശലേം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. യെസ്, നെക്സ്റ്റ് വൺ. അടുത്ത വാക്യം വായിച്ചു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ശ്രദ്ധി, ആദ്യ ഭൂമിയിൽ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനോട് കൂടെ ഒരുമിച്ചായിരുന്നു വാസം ചെയ്തത്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഇറങ്ങി വന്നിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന, ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കാഞ്ഞത് കൊണ്ട് അവിടുന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ പുറത്താക്കപ്പെട്ട മനുഷ്യനെ തിരിച്ച് അതിലേക്കുള്ള പ്രവേശനം ഇവിടെ നൽകുകയാണ്. അല്ലെങ്കിൽ പുതിയ ആകാശത്തിലേക്കുള്ള പ്രവേശനം, പുതിയ ഭൂമിയിലേക്ക്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ട് മണവാട്ടിയെ പോലെ ഇറങ്ങി. അവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നാം കാണുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. എന്നിട്ട് അടുത്ത വാക്കിൽ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, വായിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ അവരുടെ ജനമായിരിക്കും, അവൻ അവരുടെ ദൈവമായി. ഓക്കെ, ഇത് തന്നെയാണ് ഒരിക്കൽ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിലൊക്കെ ഈ വാക്യം സെയിമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണല്ലോ, ആ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. കരണ്ട് പോയത്. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യനും ദൈവവും ഒരുമിച്ച് വാഴുന്ന കാലത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് പൗലോസ് എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്. അതായത് അവൻ അവരുടെ ജനമായിരിക്കും, അവൻ അവരുടെ സ്വന്തം ദൈവമായിരിക്കും, അവൻ അവരുടെ പുത്രന്മാരായിരിക്കും. എഫേസ്യ ലേഖനത്തിൽ എഴുതി എന്താണെന്നറിയാമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വരുമ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയെക്കുറിച്ച് എഫേസ്യർ 1-ാം അധ്യായം 10-ാം വാക്യത്തിനകത്തുണ്ട്. കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേരുന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്നാണ്. അപ്പൊ സ്വർഗത്തെ ഭൂമിയെ ഒന്നാക്കി മാറ്റുക, അഥവാ ഈ ദൈവം പിതാവായും നമ്മളെല്ലാവരും പുത്രന്മാരായും പുത്രിമാരായും ഒരുമിച്ച് വാഴുന്ന കാലം. ഇനി അടുത്ത വാക്യം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും,
അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കിയിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. എത്ര പവർഫുൾ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം താൻ അവരോടുകൂടെ ഇരിക്കും. അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീർ തുടച്ചു കളയുന്ന, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഒരു നാൾ. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കൂ. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. അതിനടുത്ത വാക്യം വായിച്ചു നോക്കൂ. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഒരു പിതൃപുത്ര ബന്ധത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരുമിച്ച് വാസം ചെയ്യുവാൻ പോവുക. അതാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ, ദൈവത്തിന്റെ പദ്ധതികൾ. എന്നാൽ അവിടെ ആരൊക്കെയാ കടക്കുന്ന, ആര് കടക്കുകയല്ല എന്ന് 8-ാം വാക്യത്തിനകത്ത് അടിവരയിട്ട് പഠിപ്പിക്കുക. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. ഭോഷ്ക് പറയാന്ന് പറഞ്ഞാൽ ടെല്ലിംഗ് ലൈ, നുണ പറയുകയാണ്. ഭോഷ്ക് എന്ന് പറഞ്ഞാൽ നുണയെന്ന്. അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിന്റെ അപ്പനുമാകുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഭോഷ്ക് പറയുന്നത് സാത്താനാണ്. ദൈവം ഭോഷ്ക് പറയില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഭോഷ്ക് പറയുന്ന ആരും ഈ പുതിയ ജെറുസലേമിൽ ഉണ്ടാവില്ല. ഭോഷ്ക് പറയുന്നവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിൽ അത്ര രണ്ടാമത്തെ മരണം. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ അടിവരയിട്ട് പറഞ്ഞുതരാം. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ, ക്ഷുദ്രക്കാർ എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് നമ്മൾ തന്നെ അങ്ങ് സ്വയനീതി പ്രാപിച്ചിരിക്കുക. അതിനകത്തൊന്നും ക്ഷുദ്രം പ്രയോഗിക്കുന്നില്ല, ബിംബത്തെ ആരാധിക്കുന്നില്ല, വിഗ്രഹാരാധികളല്ല. അപ്പൊ നമ്മളെല്ലാവരും കർത്താവ് ഒരുക്കിയ നാട്ടിൽ കാണും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് അതേ ഗ്രേഡിൽ തന്നെയാണ് ഭോഷ്ക് പറയുന്നവരെയും പെടുത്തിയിരിക്കുന്നത്. ഭോഷ്ക് പറയുന്ന ഒരാളും, നുണ പറയുന്ന ഒരാളും ആ രാജ്യത്ത് കാണുകയില്ല. നമ്മൾ എത്രയോ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തയ്യാറാവണം. ഈ ക്ലാസ് ഇന്നുകൊണ്ട് തീരുക. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. നമ്മൾ നുണ പറയരുത്, കള്ളം പറയരുത്.
കള്ളം പറയുവാനുള്ള പ്രേരണ ധാരാളം ഉണ്ടാവും. കള്ളം പറയുമ്പോൾ എന്തായാലും ദൈവം അല്ലല്ലോ കള്ളം പറയുന്നത്, നമ്മുടെ കർത്താവ് കള്ളം പറയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കള്ളം പറയുമ്പോൾ നമ്മിൽ വ്യാപിച്ചത് പിശാചല്ലേ? ദൈവം വ്യാപിച്ചാൽ, ആത്മാവ് വ്യാപിച്ചാൽ നമ്മൾ കള്ളം പറയത്തില്ലല്ലോ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് കള്ളം പറയുമോ നമ്മൾ? പരിശുദ്ധാത്മാവെന്നല്ലേ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി വിവേചിച്ച് തിരിച്ചറിയണം പ്രിയരെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് കടന്നു വരാമോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. 21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ എവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. 22. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. എന്താ അവരോട് കൊടുത്ത മറുപടി? അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇവിടെ കൃപാവരങ്ങളെ ശുശ്രൂഷിച്ചത് കൊണ്ട് സ്വർഗം കിട്ടണമെന്നില്ല. ഇവിടെ കുറെ അന്യഭാഷ പറഞ്ഞത് കൊണ്ട് സ്വർഗം ലഭിക്കണമെന്നില്ല. ഇവിടെ ദൈവവചനം പ്രസംഗിച്ചത് കൊണ്ട് സ്വർഗം ലഭിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിത്യത ലഭിക്കണമെന്നില്ല. കാരണം ഇവിടെ പ്രവചിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. ഇവിടെ ഇല്ലാരും ഞാനൊന്ന് കൂട്ടിച്ചേർക്കാം. ആരും ബൈബിൾ കൂട്ടിച്ചേർക്കാനല്ല. ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപകരായിക്കോട്ടെ, ബൈബിൾ പ്രസംഗിക്കുന്ന പ്രസംഗകരായിക്കോട്ടെ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നല്ലതാണ്. ഒരു വശത്തൂടെ പ്രവചനവും മറുവശത്തൂടെ അധാർമികതയും, ഒരു വശത്തൂടെ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുകയും മറുവശത്തൂടെ അധാർമികതയും ചെയ്യുന്നു. കർത്താവിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നു. അധർമ്മം ചെയ്യുന്നവരോടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടേയില്ല. അപ്പൊ അധർമ്മം ചെയ്തുകൊണ്ടും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാം എന്നല്ലേ യേശുക്രിസ്തു പഠിപ്പിച്ചത്? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാളെ തിരിച്ചറിയാൻ പറ്റില്ല പ്രിയരെ. നാം ഇന്ന് എത്തിയിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ പഴയകാലത്തെ പ്രവാചകർ എന്നൊക്കെ പറഞ്ഞാൽ അവര് പറയുന്നതിനകത്തൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ഇന്നത്തെ കാലഘട്ടം വന്നപ്പോൾ മുഴുവൻ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ വിളിച്ചു പോകുന്നേ ഉള്ളൂ. ഇതൊന്നും അല്ല. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ജീവിതത്തിന് നേരെ വില ചൂണ്ടുകയോ തെറ്റിന് നേരെ വില ചൂണ്ടുകയോ ചെയ്യുന്നില്ല. പകരം ഇവര് പ്രവചിക്കുകയും മറുവശത്തൂടെ ഏതെല്ലാം കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാവോ അത് മുഴുവൻ ചെയ്യുകയും ചെയ്യുന്നവരെ കുറിച്ച് പറയുക, അധർമ്മികളെ, ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അവരും അവിടെ കാണില്ല എന്നല്ലേ പറഞ്ഞത്? പോഷ്ക് പറയുന്ന ഒരാൾ പോലും പുതിയ ജെറുസലേമിൽ ഇല്ല, നിത്യതയിലില്ല. ഇവിടെ ഫെയിം ആയിരിക്കാം, ഇവിടെ അറിയപ്പെടുന്ന ഫിഗറുകളായിരിക്കാം, അവിടെ അറിയപ്പെടണമെന്നില്ല. അതൊരു വലിയ മിറക്കിളാണ്, വലിയൊരു സംഭവമാണ്. 7-ാം അധ്യായത്തിന്റെ 21 തൊട്ടാണല്ലോ വായിച്ചത്. 15 മുതൽ 20 വരെയുള്ള വാക്യം കൂടെ അങ്ങനെ ആകുമ്പോൾ അതിന്റെ മറുവശം കൂടെ ഒന്ന് പറയാം. എങ്ങനെയാണ് ഈ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുന്നത്?
കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാൻ എന്തോ മാർഗമെന്ന് യേശുക്രിസ്തു പറഞ്ഞത് ഫലം കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളതാണ്. കാരണം അവരാടുകളുടെ വേഷം പൂണ്ടിരിക്കുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഉണ്ടോ? എന്നിട്ട് ക്ലിയർ ആയിട്ട് പറയുകയാണ്, മുള്ളുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും മുന്തിരിപ്പഴം ഉണ്ടാവുമോ? ഇല്ല. ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴം ഉണ്ടാവുമോ? ഇല്ല. നല്ല വൃക്ഷം മാത്രമേ നല്ല ഫലം തരത്തുള്ളൂ. ആകാത്ത വൃക്ഷമാണ് ആകാത്ത ഫലം തരുന്നത്. തിരിച്ചൊരിക്കലും സംഭവിക്കില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുക. ഞാൻ പറയട്ടെ, ഇത് ചെറിയൊരു കാര്യമല്ല. എല്ലാവരെയും നമ്മൾ കയറി വിശ്വസിച്ച് കളയരുത്. അവിടെ ഒന്നും ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അവരുടെ ഫലത്താൽ മാത്രമേ അവരെ അറിയാൻ കഴിയൂ. ഇവിടെ കുഞ്ഞൻ നമ്പ്യാരെ പറഞ്ഞുകൊണ്ടിരിക്കും, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ലക്ഷ്യം മറ്റൊന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ചൊക്കെ ഫേമസ് ആകുന്നേ, 10 പേരെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചെന്നൊക്കെ വരാം. പക്ഷേ മേളിൽ കാണുകയില്ല. എത്ര ക്ലിയർ ആയിട്ടാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചിരിക്കുക, സാറേ സത്യത്തിൽ ഇപ്പം മഹോദരവകാലം അല്ലേ? ഞാൻ പറഞ്ഞല്ല, മഹോദരകാലം തുടങ്ങിയില്ല. മഹോദരകാലത്തെ കുറിച്ച് ഞാൻ ദിവസം നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. മഹോദരകാലത്തെ കുറിച്ച് പഠിപ്പിക്കണേ കുറഞ്ഞത് ധൃതി വെച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റുകയാണെന്ന് ഞാൻ പറഞ്ഞു. 1 മാസമെങ്കിലും കാലാവധി തരാമെങ്കിൽ മഹോദരകാലം മാത്രം പഠിപ്പിക്കാം. മഹോദരകാലത്ത് ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു? ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇവിടെ പറഞ്ഞിരിക്കുക, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും പറഞ്ഞിട്ടില്ല, എന്നെ വിട്ടു പോകില്ലെന്ന് തീർത്തു പറയും. തിരിച്ചു വെളിപ്പാടിൽ വരാം. യോഹന്നാൻ തോട്ട്, ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2ാമത്തെ മരണം. തീയും ഗന്ധവും കത്തുന്ന പൊയ്യെ കുറിച്ച് തന്നെയാണ് 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഈ പുസ്തകത്തിൽ എഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. ഞാൻ പറയട്ടെ, ഇത് ലാസ്റ്റ് ക്ലാസ് കൂടിയാ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും അത്യാവശ്യം കള്ളം പറയുന്നവർ ഉണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ഡേ ആയിരിക്കണം. ഇനി മേലാൽ കള്ളം പറയരുത്. എന്തായാലും കള്ളം പറയുന്നവരെ നിശ്ചിത വരില്ല. അതിന് ഒരു മാറ്റവും. വേദപുസ്തകത്തെ ഡയലൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. വേദപുസ്തകം ഇന്നും നമ്മെ ഈ പഠിപ്പിക്കുന്ന, എന്നെയും ചോദ്യം ചെയ്യുക, എന്നെയും വരച്ചവരെ നിർത്തുന്ന ഈ ബൈബിളാണ്. ബൈബിളിൽ നിന്ന് ചില പോർഷൻ ഞാൻ പഠിപ്പിക്കുന്നു എന്ന് വിചാരിച്ച് ഈ ബൈബിൾ വെച്ച് തന്നെയാണ് എന്നെ ന്യായം വിധിക്കുന്നത്. സ്നേഹിതരെ, ഞാൻ പറഞ്ഞത് എത്രയോ വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കേണ്ടവരാണ്. പത്രോസിന്റെ തോട്ട്, പീറ്റേഴ്സ് തോട്ട് എന്താ പറയുന്നത്? ആകാശം മുഴക്കത്തോടെ പോകുന്നു. ഇതെല്ലാം കൊണ്ട് പറഞ്ഞിട്ട് സകല മൂലപദാർത്ഥങ്ങളും കത്തി എഴുന്നു. ആ ദിവസം വരാൻ പോകുന്നത് കൊണ്ട്
നമ്മൾ എത്രയും ഭയത്തോടെ വിശുദ്ധ ജീവിതം നയിക്കേണ്ടവരാകുന്നു. പൗലോസ്ലീഹ എന്താ പറഞ്ഞത്? പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? ശിഷ്യന്മാരെന്താ പറഞ്ഞത്? ഓരോ പോർഷനും നമ്മൾ വായിച്ചു നോക്ക്. യേശു പറഞ്ഞ ഉപമകളെല്ലാം പറഞ്ഞത് വരവേറ്റവും സമീപമായിരിക്കുന്നവർ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം, ഉണർന്നിരിപ്പീൻ, വിശുദ്ധ ജീവിതം നയിക്കണം. ഓക്കെ, കമോൺ. 21:9 വാക്യം മുതൽ നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്. അന്ത്യബാധ ഏഴെന്ന് പറഞ്ഞൊരു കലശമുണ്ടായിരുന്നു. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാർ അതെവിടെയായിരുന്നു? നിങ്ങൾ 2 പേജ് പുറകോട്ടൊന്ന് മറിച്ച് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ച്. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. നമുക്ക് 7 ബാധയുള്ള 7 ദൂതന്മാരോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പൊ മഹോപദ്രവ കാലഘട്ടങ്ങളിൽ 3 സീരീസ് ആണുള്ളത്. 1 7 മുദ്രകൾ, 2 7 കാഹളങ്ങൾ, 3 7 ക്രോധകലശം. ഒരു നിമിഷം നിങ്ങൾ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരിക. 5-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചു. 5-ന്റെ 1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ പുറത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. മതി. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ ഞാൻ കണ്ടു. 7 സീൽഡ് ബുക്ക് ഉണ്ടോ? 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ഇനി 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ കുഞ്ഞാട് നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ 4 ജീവികൾ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് കേട്ടു, നീ വരിക എന്ന്. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവൻ ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെട്ടു. ഈ വെള്ളക്കുതിര യേശു ക്രിസ്തു അല്ല. ഈ വെള്ളക്കുതിര ആന്റി ക്രൈസ്റ്റാണ്, എതിർ ക്രിസ്തുവാണ്. ഭൂമിയിൽ വാഴാൻ പോകുന്ന എതിർ ക്രിസ്തു. പൗലോസ്ലീഹ പൊളൈൻ തോട്ടിൽ, ഇത് ജോഹനായൻ എസ്കറ്റോളജിയാണ്, ജോഹനായൻ തോട്ട്സ്. ഇന്ന് പൊളൈൻ തോട്ടിൽ പൗലൂസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: അധർമ്മത്തിന്റെ മൂർത്തി ഇപ്പോഴേ വെളിപ്പെട്ടിരിക്കുകയാണ്, എന്നാൽ തടഞ്ഞു നിൽക്കുന്നവൻ ഇവിടെയുണ്ട്. തടഞ്ഞു നിൽക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം. മാറിയാൽ മാത്രമേ അധർമ്മമൂർത്തി വരത്തുള്ളൂ. അധർമ്മമൂർത്തിയെ തടഞ്ഞു നിർത്തുന്നത് സഭയാണ്. ഈ സഭ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ എതിർ ക്രിസ്തുവിനൂടെ വരാൻ കഴിയത്തുള്ളൂ. എന്നാൽ എതിർ ക്രിസ്തുവുണ്ടോ? ഉണ്ട്. അവന്റെ അധർമ്മത്തിന്റെ മൂർത്തി ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സാത്താന്റെ പള്ളികൾ, സാത്താന്റെ ശക്തികളെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തേനേക്കാളൊക്കെ ഒത്തിരി അവന് വ്യാപാര ശക്തി കൂടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞ വാക്കുണ്ടോ? വെള്ളക്കുതിര പുറത്ത് വരുന്ന ഇവനാണ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. പിന്നീട് 2-ാം മുദ്ര പൊട്ടിക്കുന്നു. 3, 4, 5, 6. ഓക്കെ, 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇടയ്ക്കൊരു ബ്രാക്കറ്റ് പീരീഡാ, പരന്തസിസ് എന്ന് പറയും.
അവിടെയായി 144,000 പേരെ വേർതിരിക്കുന്നത് 7-ാം അധ്യായത്തില്. ഈ 8-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. ഓക്കെ, അപ്പോൾ അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. കണ്ടോ? അപ്പൊ 7 മുദ്രയിടപ്പെട്ട പുസ്തകം നമ്പർ 1. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 കാഹളധാരികളെ കണ്ടു. ദൂതന്മാർ 7 ദൂതന്മാർ, അവരുടെ കയ്യിൽ കാഹളങ്ങളുണ്ട്. 7 ട്രംപറ്റ്സ്. ഈ 7 കാഹളങ്ങളാണ് പിന്നെ താഴോട്ട് ഊതുന്നത്. ഓരോ കാഹളം ഊതുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ശതമായിട്ടൊന്ന് വായിച്ചു പഠിച്ചാൽ മതി. 7-ാം വാക്യം കണ്ട് 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 6-7. 7 കാഹളമുള്ള ദൂതന്മാർ, 7 കാഹളമുള്ള ദൂതന്മാർ ഏഴുവരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിന്മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. മഹോപദ്രവ കാലഘട്ടങ്ങളിൽ ഈ 7 കാഹളമുള്ള ദൂതന്മാരിൽ ഒരുവൻ ഊതുമ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിയും. അങ്ങനെ ഭൂമിയിൽ 1/3 വെന്തുപോകും. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോകും, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോകും. അപ്പൊ ഇവിടെ 1/3 നാശം ഇവിടെ എഴുതി വെച്ചിരിക്കുക. 2-ാമത്തെ ദൂതൻ ഊതുമ്പോഴോ, 2-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയെന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞ് കടലിൽ 1/3 രക്തമായി തീർന്നു. കടലിനകത്ത് 1/3 രക്തമായി മാറാൻ പോവുക. ഇപ്പോഴത്തെ സംവിധാനത്തിൽ നമുക്ക് ഇത് മനസ്സിലായി തുടങ്ങിയല്ലോ, ഇത് സംഭവിക്കുമെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് ഇത് വായിച്ചാൽ അയ്യോ ഇതൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായില്ലേ? ഇപ്പോൾ സത്യത്തിൽ ഇസ്രായേലിലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും ലോകം മുഴുവൻ സ്തംഭിച്ച് നിൽക്കുകയല്ലേ? നമുക്കിപ്പം ഹോട്ടലുകളെല്ലാം അടച്ചു. തിരുവനന്തപുരത്തൊന്നും ഒരു ഹോട്ടലും ഇല്ല, എല്ലാ ഹോട്ടലും അടച്ചു. ചില 1-2 ഹോട്ടലിലൊക്കെ ഈ വിറക് കൊണ്ട് കത്തിക്കുന്നതിന് മാത്രം. ഞാൻ പറഞ്ഞത് എല്ലാം തന്നെ ഹോൾ എന്നുള്ള അർത്ഥത്തിലല്ല, മിക്കവാറും ഒക്കെ എല്ലാ ഹോട്ടലും ഒക്കെ അടച്ചു. അവിടെ ഇവിടെയൊക്കെ ചില ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവർ വിറക് കൊണ്ട് കത്തിക്കുന്ന പാചകം ചെയ്യുന്ന ഹോട്ടലുകൾ ഇന്നുണ്ട്. ബാക്കിയൊന്നും ഇന്നില്ല, എല്ലാം ക്ലോസ് ചെയ്തു. ഇവിടുത്തെ മാത്രം ചിത്രമല്ല, മിക്കവാറും കേരളത്തിലെ എല്ലാ സ്ഥലത്തും, കേരളത്തിന് പുറത്തും അങ്ങനെ തന്നെ. ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഭൂമിയിൽ എന്തോ ഒന്ന് വീഴുമ്പോൾ കടലിൽ 1/3 കത്തിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെ 1/3 രക്തമായി തീർന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ലല്ലോ. ഇന്നാണ് ലോകത്തിൽ 2/3 ഭാഗം വെള്ളമാ, 1/3 കര. ആ 2/3 പോർഷൻ രക്തമായി മാറുകയാണ്. പിന്നെ പറഞ്ഞു സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. സമുദ്രത്തിലെ ജീവികളിൽ 1/3 ചത്തുപോകുന്നു. കപ്പലുകളിൽ 1/3 ഛേദം വന്നു. 1/3 ഛേദം വരുന്നു. ഇനി 3-ാമത്തെ ദൂതൻ ഊതുമ്പോഴോ, 3-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 1/3 മേൽ നീരുറവകളിൽ മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഉണ്ടോ? വ്യാഖ്യാനിക്കണ്ടല്ലോ. 4-ാമത്തെ ദൂതൻ ഊതുമ്പോഴോ, 4-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. രാവും പകലും 1/3 വെളിച്ചമില്ലാതായി മാറുക. ബഹുദ്രവകാലത്ത്
എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അത് സംഭവിക്കുന്നുള്ള ഉറപ്പ് നമുക്ക് ഇപ്പോഴേ കിട്ടി. ഈ ലോകത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാനുള്ള സകല സംവിധാനങ്ങൾ എല്ലാ രാജ്യങ്ങളുടെയും അണ്ടർഗ്രൗണ്ടിലുണ്ട്. നിമിഷ നേരം കൊണ്ട് ഈ പ്രശ്നം പര്യവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു യുദ്ധം അമേരിക്കയുടെ സപ്പോർട്ടോടെ ഇസ്രയേൽ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ നോക്ക് എന്തായി തീരുമെന്നറിയാൻ പാടില്ല. ഓക്കെ, 9-ാം അധ്യായത്തിൽ 5-ാമത്തെ ദൂതൻ ഊതുന്നു, 13-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ ദൂതൻ ഊതുന്നു. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ 10ഉം 11ഉം വാക്യങ്ങൾ 10ഉം 11ഉം അധ്യായങ്ങളിൽ ഒരു ബ്രാക്കറ്റാണ്, ഒരു പരന്തസിസ്. ആ 11ന്റെ അവസാനം 15-ാമത്തെ വാക്യത്തിലാണ് 7-ാമത്തെ ദൂതൻ ഊതുന്നത്. പിന്നീട് 12, 13, 14 അധ്യായങ്ങൾ ഒരു ബ്രാക്കറ്റാണ്, ഒരു ബ്രാക്കറ്റ് പീരീഡ്, പരന്തസിസ് എന്ന് പറയും, പരന്തറ്റിക് പീരീഡ്. 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു 7 ദൂതന്മാർ 7 ക്രോധകലശം പിടിച്ചിരിക്കുക. ക്രോധകലശം എന്നുള്ള വാക്ക് നമുക്കതിൽ നിന്ന് കിട്ടിയില്ല, പേടിക്കണ്ട, താഴോട്ട് വായിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ. ഓക്കെ, 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നോക്കി. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തു. ഇനിയും 16-ന്റെ 1 നോക്കിക്കോളൂ. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ 1-ാമത്തവൻ തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളതും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. മൃഗത്തെ നമസ്കരിക്കുന്നവർക്കെല്ലാം ദുർവ്രണങ്ങൾ ഉണ്ടായി. കേട്ടോ, 2-ാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. കേട്ടോ, 3-ാമത്തവൻ തന്റെ കലശം നീരോളം ഒഴിച്ചു. ഇങ്ങനെ താഴോട്ട് പറയുക. 4-ാമത്തവൻ 8-ാമത്തെ വാക്യം, 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ശ്രദ്ധിക്കൂ, അങ്ങനെ ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഈ 17-ാമത്തെ വാക്യം നോക്കി. 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ദൈവാലയത്തിൽ നിന്നൊരു മഹാശബ്ദം ഞാൻ കേട്ടു. ആ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓർ ഇറ്റ് ഈസ് ഡൺ. സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞതിന്റെ നറേറ്റീവായ എക്സ്പ്ലനേഷൻ ആണ് 17ഉം 18ഉം അധ്യായം. 17-ാം അധ്യായത്തിൽ എൻഡ് ഓഫ് ദി ഫോൾസ് റിലീജിയൻ, വ്യാജ മതങ്ങളുടെ അന്ത്യം. 18-ാം അധ്യായത്തിൽ എൻഡ് ഓഫ് ദി വേൾഡ് ട്രേഡ്, വ്യാജ വാണിജ്യ മേഖലകളുടെ അന്ത്യം, വ്യാജ മതങ്ങളും വാണിജ്യ മേഖലകളുടെയും. 17 ഫോൾസ് റിലീജിയൻ, 18 വേൾഡ് ട്രേഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിയേ. ഇനിയും വെളിപ്പാട് 21-ന്റെ 9-ലൊന്ന് വന്നേ, ഇനിയും മനസ്സിലാവോ എന്നൊന്ന് നോക്കിയേ. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ 7 ക്രോധകലശം നിറച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ, ക്ലിയർ ആയിട്ട് പറയുക, ആ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു,
കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പം ഞാൻ കാണിച്ചു തരാം മണവാട്ടിയെ. ആ, അവൻ എന്നെ വ്യഭിചരിയിൽ വന്മലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധനഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഓക്കെ, ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആ, അതിന്റെ അതിന്റെ തേജസ് ജ്യോതിഷ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. ഓക്കെ, അത് സൂര്യകാന്തം പോലെ ആയിരുന്നു. ആ, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഓക്കെ, അത് പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് വായിക്കാനേ ഉള്ളത്. അതിങ്ങനെ ഒന്ന് വായിച്ചു നോക്കണം. ആ കെട്ടിടത്തെ കുറിച്ചുള്ള വർണ്ണനകൾ എത്രയോ പാട്ടുകാർ അതിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. എത്രയോ പാട്ടുകാർ ഇല്ലേ, നമ്മൾ തന്നെ പാടുന്ന എത്രയോ പാട്ടുകളിൽ ഇതിനെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ കെട്ടിടം. അതിന്റെ ആകാര ഭംഗി, പൊക്കമുള്ള വന്മതില് 12 ഗോപുരം, ഗോപുരങ്ങളിൽ 12 ദൂതന്മാര്, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര്, കിഴക്ക് 3, വടക്ക് 3, ഓക്കെ, പടിഞ്ഞാറ് 3, ഓക്കെ, തെക്ക് 3. ഇങ്ങനെ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. ഇങ്ങനെ അതിഭയങ്കരമായ ഒരു വർണ്ണന ഇതിനെക്കുറിച്ച് കൊടുത്തിരിക്കുക. 18ാമത്തെ വാക്യം നോക്കി. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. ഓക്കെ, ഉണ്ടോ? സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നമ്മളൊന്ന് നോക്കിയാൽ ആ കെട്ടിടത്തെ കുറിച്ചുള്ള വർണ്ണനകൾ എത്ര ശ്രേഷ്ഠമാകുന്നു. യെസ്, നഗരമതിലിന്റെ അടിസ്ഥാനം, നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് ഓക്കെ. ഭരതം. അപ്പൊ ഇങ്ങനെ താഴോട്ട് 12 വിധ രത്നങ്ങളുടെയും പേരുകൾ അതിനകത്തുണ്ട്. ഇവയെല്ലാമായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു കെട്ടിടം. ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും നമ്മളൊക്കെ ഈ മരണവീടുകളിൽ മാത്രമേ പാടാൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തനെറുശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതം, പട്ടണം അതിന്റെ ഭംഗി വർണ്യമല്ലഹോ, ഭംഗി വർണ്യമല്ലഹോ. മനോഹരമായ ഗാനങ്ങൾ. ഓക്കെ, 22ാമത്തെ വാക്യം നോക്കിയാൽ മന്ദിരത്തിന് അടുത്തൊരു കാര്യം കൂടെ ഒന്ന് കണ്ടേ. 22. കണ്ടില്ല. കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നെക്സ്റ്റ്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഓ, എത്ര ഗൗരവമെന്ന് നോക്കിയേ. അവിടെ സൂര്യനില്ല, അവിടെ ചന്ദ്രനില്ല. ചന്ദ്രന്റെ ആവശ്യമില്ലാത്തതിന്റെ കാര്യം രാത്രിയില്ല. താഴോട്ട് വായിക്കുമ്പോണ്ട് കുഞ്ഞാടാണ് അതിന്റെ വിളക്ക്. ഇനി 25ാമത്തെ വാക്യം. അതിന്റെ ഗോപുരങ്ങൾ അതിന്റെ അടുക്കുകയില്ല. ജാതികളുടെ മക്കളും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. നെക്സ്റ്റ്, അടുത്ത്. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും.
കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ ജീവൻ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. വീണ്ടും അതെടുത്തു പറയുക, ഭോഷ്ക് പറയുന്ന ഒരാൾ പോലും ഈ കെട്ടിടത്തിനകത്ത് പ്രവേശിക്കത്തില്ല. അക്കരെ നാട്ടിലെ നിത്യഭവനം അതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമ എത്രയോ ആനന്ദമേ. സൂര്യനുമില്ലൊരു ചന്ദ്രനുമില്ലു നക്ഷത്രമില്ല വീടേ. അത്ര മനോഹരമായ ഗാനങ്ങളുണ്ടെന്നറിയാം. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അക്കരെ നാട്ടിലെ നിത്യഭവനം അടിച്ചു കൊടുത്താൽ ആ പാട്ട് കിട്ടും. അതൊക്കെ ഒന്ന് പാടി ആസ്വദിക്കേ. നമ്മൾ പോകുന്ന സ്ഥലം. എന്നിട്ട് ഭോഷ്ക് പറയരുത്, ഭോഷ്ക് പറയുന്നത് ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. കർത്താവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ വരികയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി മേലാൽ ഞാൻ ഭോഷ്ക് പറയില്ല. കാരണം എന്നാണെങ്കിലും ഇനി അധികം കാലം നമുക്ക് ഈ ലോകത്തിലില്ല. ഉറപ്പ്, 100% ഉറപ്പ്. ഇപ്പോഴെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടുക. കർത്താവേ, എനിക്ക് ആ കെട്ടിടത്തിൽ വരണം. ആ മനോഹര കെട്ടിടത്തിൽ എനിക്കും അങ്ങയുടെ കൂടെ വാഴണം. ഓക്കെ, 22-ാം അധ്യായത്തിനകത്തോ അതിന്റെ ബാക്കി പത്രമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാം വായിച്ച് സമയം കളയുന്നില്ല. 3-ാമത്തെ വാക്യം വായിച്ച്. യാതൊരു ശാപം ഇനി ഉണ്ടാകില്ല, യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവന്റെ നെറ്റിയിരിക്കും. നെക്സ്റ്റ് വൺ. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഓക്കെ, സത്യത്തിൽ അവിടം വരെയാണ് അതിനെക്കുറിച്ചുള്ള വർണ്ണനകളെല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, നിത്യത, ഇറ്റേണിറ്റി. ആ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മെ ഇവിടെ വിശുദ്ധരായി ജീവിപ്പാൻ സാധിക്കേണ്ടത്. നമ്മൾ ഒരാളോട് ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നിത്യത എന്നൊന്ന് ചിന്തിക്കണം. നിത്യത എന്നൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം പറയില്ല. അവിടെ ക്ഷമിക്കണം, മനഃപൂർവ്വമായി ക്ഷമിക്കണം. ക്ഷമിക്കുവാൻ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നിത്യതയാണ് നമുക്ക് വലുത്. അപ്പൊ ആ നിത്യതയെക്കുറിച്ചുള്ള ബോധം നിങ്ങളിലേക്കെന്ന് വരട്ടെ. കർത്താവേ, നിത്യത നഷ്ടപ്പെടരുത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് അതിനൊരു കൺക്ലൂഡർ കാര്യങ്ങളെന്നേ ഉള്ളൂ. ഈ വചനം വിശ്വാസയോഗ്യം അല്ലെ. 6-ാം വാക്യം. പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ച്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നീട് ഇത് വായിച്ചു കേൾപ്പിച്ച ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ് കണ്ണിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത യോഹന്നാൻ ആ ദൂതനെ നമസ്കരിക്കുന്ന രംഗം കാണുന്നു. അന്നേരമാണ് പറഞ്ഞത്, എന്നെ നമസ്കരിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 9-ാമത്തെ വാക്യം. എന്നാൽ അവൻ എന്നോട്, അതരുത്. ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ ഈ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഒരു ദൂതന്മാർ പോലും ആരാധിക്ക് യോഗ്യതയുള്ളവരല്ല. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. അതുകൊണ്ട് പിന്നീട് വീണ്ടും പറയുന്ന കാര്യമാണ്. പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഒരുത്തനും അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. ഒരുത്തനല്ല, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത പ്രതിഫലം നൽകുവാൻ എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല, പ്രവചന മുദ്രയിടരുത്,
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തോട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, പക്ഷെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കാരണം നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ആ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ ശാന്തമായിട്ട് വായിച്ചാൽ മതി. അതിനകത്ത് എഴുതിയിരിക്കുന്ന അത്രേ ഉള്ളൂ. ഇതനുസരിച്ച് ജീവിക്കാത്തവന് മേൽ ബാധ വരും, സ്വാൻസോ. അവസാനം പറയുന്നു, ഞാൻ വേഗം വരും. സഭ പ്രതികരിക്കുന്നു, കർത്താവേ നീ വരയണമേ. ശ്രദ്ധി. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 10 ബ്രാഞ്ചുകൾ ഉണ്ട്. ഒന്ന് ബിബ്ലിയോളജി, വേദപുസ്തക പഠനം. 2 തിയോളജി പ്രോപ്പർ, ദൈവത്തെക്കുറിച്ചുള്ള പഠനം. 3 ക്രിസ്റ്റോളജി, ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം. 4 ന്യൂമറ്റോളജി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. 5 ഏഞ്ചലോളജി, ദൂതന്മാരെ കുറിച്ചുള്ള പഠനം. 6 ആന്ത്രപ്പോളജി, മനുഷ്യനെ കുറിച്ചുള്ള പഠനം. ഈ ഹമാറ്റിയോളജിയും സോറ്റീരിയോളജി, എക്ലീഷ്യോളജിയും ഞാൻ അല്പം ഷോർട്ട് ചെയ്ത്, കാരണം ടൈം കിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ അല്പം എക്സ്പ്ലനേഷൻ കുറച്ച് അല്പം സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് നൽകി. എങ്കിലും അത്രയും പഠിച്ച് നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഒരു പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം. ഈ കേട്ടതുകൊണ്ടും പഠിച്ചതുകൊണ്ടും യൂട്യൂബിൽ കിട്ടിയ ക്ലാസ് കൊണ്ടും മാത്രം നിങ്ങൾ തൃപ്തിപ്പെടരുത്. പകരം ഇതിനെക്കുറിച്ചുള്ള നല്ല പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. സിസ്റ്റമാറ്റിക് തിയോളജിയുടെ നല്ല പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിൽ നല്ല പുസ്തകങ്ങളുണ്ട്, മലയാളം അറിയാവുന്നവർക്ക് മലയാളത്തിലുണ്ട്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ എസ്കറ്റോളജി, അങ്ങനെ അന്ത്യകാല ശാസ്ത്രം. അപ്പൊ സഭാശാസ്ത്രമൊക്കെ ഞാൻ അല്പം സ്പീഡ് കൂട്ടിയാ പഠിപ്പിച്ചത് എന്നെനിക്കറിയാം, പക്ഷെ ടൈം കൊണ്ടാണ്. എന്നാൽ ദൈവകൃപയാൽ നിങ്ങളുമായി ഒരുമിച്ച് സഹകരിപ്പാൻ ദൈവം സാവകാശം തന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടെ വല്ലപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമേ എന്നുള്ള വിനീത അപേക്ഷയോടുകൂടെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൂടെ പര്യവസാനിപ്പിക്കുകയാണ്. നിങ്ങളുമായി ലഭിച്ച നല്ല സമയം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാൻഡ് ഓവർ ടു പാസ്റ്റർ ലാലു ജേക്ക്. പ്രൈസ് ദി ലോർഡ്. Thank you, Pastor. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. വളരെ ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ. വീണ്ടും കർത്താവ് സഹായിച്ചാൽ നമ്മുടെ അടുത്ത സെമിസ്റ്ററിൽ നമുക്ക് കാണാം. അത് മറ്റു വിഷയങ്ങളുമായിട്ടൊക്കെ ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലും പിരിയാം. പാസ്റ്റർ ബി എം തോമസ് അവസാനമായി പ്രാർത്ഥിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? മ്യൂട്ടാ. ഒരു മിനിറ്റ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. വേറെ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാ പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർക്ക് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ സ്തോത്രം. ക്ലാസ് എടുക്കാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസന കർത്താവ് സ്വർഗ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കേട്ടതൊക്കെയും കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. 6 മാസക്കാലം കർത്താവ് സ്തോത്രം. ആ ദേവദാസന്റെ വായന കേട്ട കർത്താവ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവ് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ദാസനെ സ്വർഗം കരങ്ങളെടുത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കണം. കർത്താവ് അനേകർക്ക് കർത്താവ് നന്മയായി തീരാൻ, ഗുണമായി തീരാൻ, അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കുടുംബമായി അനുഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ സുഷ്ഠ അനുഗ്രഹിച്ച് മാനിക്കണമേ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ബൈബിൾ കോളേജിന്റെ കർത്താവ് സ്തോത്രം.
ഷാജി പാസ്നായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. ലാലു പാസ്നായി പ്രാർത്ഥിക്കുന്ന കർത്താവ് കൂടുതലായിട്ട് അനുഗ്രഹിച്ച് മാനിക്കണം. കടന്നു വന്ന എല്ലാ ദേവദാസന്മാരെ കർത്താവ് ഒരിക്കൽ കൂടി അവിടുത്തെ വിശുദ്ധ പാത പിടിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. സകല സ്വർഗീയ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വരും കാലങ്ങളിൽ കർത്താവ് കേട്ട വചനം, പഠിച്ച വചനം കർത്താവ് സ്തോത്രം കർത്താവ് മറ്റുള്ളവർക്ക് പകരാൻ തക്കണം കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടായി സ്തോത്രം മഹത്വം പറ്റെടുക്കണം. കർത്താവ് ഈശ്വരന്റെ വിലയേറി നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും കർത്താവിന്റെ ദാസനോടും ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വീണ്ടും കാണാം. കർത്താവിന്റെ ദാസനോട് പ്രത്യേക നന്ദി. ദൈവം സഹായിക്കട്ടെ. Thank you, Pastor. Thank you, Pastor.